നമസ്കാരം. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ആഗോള വിപണികളിൽ വീണ്ടും യുദ്ധഭീതി പടരുകയാണ്. ഇത് കനത്ത ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് IMFന്റെ വിലയിരുത്തൽ. ഓഹരി വിപണിയിൽ രാവിലത്തെ വ്യാപാരത്തിൽ കനത്ത ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള വളർച്ചയെ ബാധിക്കുമെന്ന് IMF റിപ്പോർട്ട്. ഊർജ്ജ വിതരണ ശൃംഖല തകർത്തതും ഇന്ധനവില കുതിച്ചുയരുന്നതും ലോകമെമ്പാടും വലിയ സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുമെന്നാണ് IMF മേധാവി ക്രിസ്റ്റലീന ജോർജീവ മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ നേരിടുന്നത് വലിയൊരു സപ്ലൈ ഷോക്കാണെന്നാണ് ക്രിസ്റ്റലീന ജോർജീവ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എണ്ണവാതക വിതരണത്തെ തടസ്സപ്പെടുത്തുകയും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ 80% രാജ്യങ്ങളും എണ്ണ ഇറക്കുമതി ചെയ്യുന്നവരായതിനാൽ സാമ്പത്തിക സന്തുലിതാവസ്ഥ തെറ്റും. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാലും ആഗോള സാമ്പത്തിക വളർച്ച കുറയാൻ സാധ്യതയുണ്ട്. ഇന്ധനവില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം ഉയരാൻ കാരണമാകും. ലോകത്തിലെ ഏറ്റവും വലിയ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് കേന്ദ്രങ്ങളിൽ ഒന്നായ ഖത്തറിലെ ലാസ് ലഫാൻ സമുച്ചയത്തിനുണ്ടായ തകർച്ചയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള 80% LNG വിതരണവും നടക്കുന്നത് ഇവിടെ നിന്നാണ്. മാർച്ച് 2 മുതൽ ഇതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. പൂർണ്ണതോതിൽ പ്രവർത്തനം പുനരാരംഭിക്കാൻ 3 മുതൽ 5 വർഷം വരെ എടുത്തേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇത് ഏഷ്യൻ രാജ്യങ്ങളിൽ കടുത്ത ഇന്ധനക്ഷാമത്തിന് വഴിവെക്കും. കയറ്റുമതി നിയന്ത്രണങ്ങളും വില നിയന്ത്രണങ്ങളും ആഗോള വിപണിയിൽ കൂടുതൽ അസ്ഥിരതയുണ്ടാക്കും. രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചും ജാഗ്രതയോടെയും സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കണമെന്നും ക്രിസ്റ്റലീന ജോർജീവ ഓർമ്മിപ്പിച്ചു. ലിയോ 14 മാർപ്പാപ്പയെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുദ്ധം സംബന്ധിച്ച് മാർപ്പാപ്പ അഭിപ്രായം പറയേണ്ടതില്ല. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മാർപ്പാപ്പയുടെ നിലപാട് ദുർബലമാണെന്നും വിദേശ നയങ്ങൾ മോശമാണെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാന്റെ ആണവാക്രമണ ഭീഷണികളെ മാർപ്പാപ്പ അവഗണിക്കുകയാണ്. വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ താൻ ശ്രമിക്കുമ്പോൾ അതിനെ മാർപ്പാപ്പ വിമർശിച്ചത് ശരിയായില്ലെന്നും ട്രംപ് വിമർശിച്ചു. മാർപ്പാപ്പ സഭയുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അല്ലാതെ രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിക്കരുതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ വിമർശനം. ഹംഗറിയിൽ 16 വർഷം നീണ്ടുനിന്ന വിക്ടർ ഓർബന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പീറ്റർ മഗ്യാറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷി തിസ പാർട്ടി ചരിത്ര വിജയം സ്വന്തമാക്കി. ഏപ്രിൽ 12 നടന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വിക്ടർ ഓർബന്റെ ഫിഡസ് പാർട്ടിയെ തിസ പാർട്ടി ബഹുദൂരം പിന്നിലാക്കിയെന്നാണ് വിവരം. വോട്ടെണ്ണൽ പൂർത്തിയാകും മുൻപ് തന്നെ 51% വോട്ട് നേടാൻ തിസ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഫിഡസ് പാർട്ടിക്ക് 40% മാത്രമാണ് വോട്ട് ഇതുവരെ നേടാനായത്. നേരത്തെ വിക്ടർ ഓർബന്റെ അടുത്ത അനുയായിയായിരുന്നു പീറ്റർ മഗ്യാർ. ഓർബൻ സർക്കാരിൽ നിർണായക ചുമതലകളും അദ്ദേഹം വഹിച്ചിരുന്നു. ഓർബൻ സർക്കാരിന്റെ അഴിമതി ഭരണത്തിലും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളിലും പ്രതിഷേധിച്ചാണ് ഇദ്ദേഹം പാർട്ടി വിട്ടത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് രാജ്യത്തെ ജനകീയ നേതാവായി പീറ്റർ മാഗർ മാറിയത്. വനിതാ സംവരണ ബിൽ ഈ വ്യാഴാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ രാജ്യം പുതിയൊരു ചരിത്രം എഴുതാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മോദിയുടെ പ്രഖ്യാപനം. വനിതാ സംവരണ ബില്ല് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണെന്നും നാരീശക്തിക്കായി ഈ ചരിത്രപരമായ നീക്കം സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ ഭരണകൂടത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറണമെന്നും അവരുടെ പങ്കാളിത്തം ജനാധിപത്യത്തിന് കൂടുതൽ കരുത്തു നൽകുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വനിതാ കേന്ദ്രീകൃതമായ വികസനമാണ് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത്. ഈ തീരുമാനം ഇന്ത്യയുടെ ഭാവി മാറ്റുമെന്നും മോദി പറഞ്ഞു. ഏപ്രിൽ 16 ആരംഭിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ വനിതാ സംവരണം യാഥാർത്ഥ്യമാകും. 2023 രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായാണ് പാർലമെന്റ് വനിതാ സംവരണ ബില്ല് പാസാക്കിയത്. 2023 മാതൃകയിൽ ഇത്തവണയും ബില്ല് ഒറ്റക്കെട്ടായി പാസാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ US ചർച്ചകളെ വഴിമുട്ടിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും JD വാൻസുമായി നടത്തിയ ഫോൺ വിളിയാണെന്ന് ആരോപണം. നിരവധി വിഷയങ്ങളിൽ ധാരണയായെന്നും ആണവായുധവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കരാറിലെത്താൻ സാധിക്കാതിരുന്നതെന്നും US പറഞ്ഞിരുന്നു. ചർച്ചകൾക്കിടയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാൻസുമായി നടത്തിയ ഫോൺ വിളി ചർച്ചകളുടെ ഗതി മാറ്റിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കരാറിന് മിനിറ്റുകൾ മാത്രം അകലെ ഇരിക്കുകയാണ് അരാഗ്ചി എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോൾ പോസ്റ്റുകൾ മാറ്റിയെന്ന് കൂട്ടിച്ചേർത്ത അരാഗ്ചി ഹോർമുസിലെ ട്രംപിന്റെ ഉപരോധത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. എന്നാൽ ഇസ്രയേലിനെയോ നെതന്യാഹുവിനെയോ അദ്ദേഹം പോസ്റ്റിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. ലോക നിലവാരത്തിൽ കേരളത്തിലെ വേനൽക്കാലത്തിന്റെ ദൈർഘ്യം കൂടുകയും വർഷകാലം ക്രമരഹിതമാവുകയും ചെയ്യുന്ന പ്രതിഭാസം കേരളത്തിലും ദൃശ്യമാകുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഈ ആഘാതം സംസ്ഥാനത്തെയും സമാന അവസ്ഥകളിലേക്ക് കേരളത്തിന് സമാനമായ ഭൂപ്രകൃതിയിലുള്ള വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, ബ്രസീൽ എന്നിവിടങ്ങളിലെ കാലാവസ്ഥാ മാറ്റവും കേരളത്തിലേതുപോലെയാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ മാസം ബാങ്കോക്കിലും വിയറ്റ്നാമിലെ ഹോംചിമിൻ നഗരത്തിലും രേഖപ്പെടുത്തിയ 44 ഡിഗ്രി സെൽഷ്യസ് ചൂട് കേരളത്തിൽ പാലക്കാടും പുനലൂരും അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗത്തിന് സമാനമാണെന്നും വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്. വായുവിലെ ഈർപ്പവും ചൂടും ഒരുമിച്ച് കൂടുന്നത് മൂലം ഇവിടെ അനുഭവപ്പെടുന്നത് യഥാർത്ഥ താപനിലയേക്കാൾ 5 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടാണ്. ഒരു പരിധി കടന്നാൽ ഈ ചൂട് മനുഷ്യ ശരീരത്തിന് വിയർപ്പിലൂടെ പുറന്തള്ളുവാൻ പറ്റാത്ത വിധം വരും. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നുമാണ് റിപ്പോർട്ട്. ഖത്തറിലെ സ്കൂൾ പ്രവേശനത്തിനുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തി വിദ്യാഭ്യാസ മന്ത്രാലയം. പ്രവാസികൾക്കും ഭിന്നശേഷിക്കാർക്കും ഏറെ ആശ്വാസകരമായ ഇളവുകളാണ് പ്രഖ്യാപിച്ചത്. സ്കൂൾ അഡ്മിഷന്റെ ഉയർന്ന പ്രായപരിധിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം ഇനി മുതൽ സന്ദർശക വിസയിൽ ഖത്തറിലെത്തിയ വിദ്യാർത്ഥികൾക്കും സ്കൂൾ പ്രവേശനം ലഭിക്കും. ഇവരുടെ റെസിഡൻസി നടപടികൾ പൂർത്തിയാക്കാൻ 2 മാസത്തെ സാവകാശമുണ്ടാകും. ആവശ്യമെങ്കിൽ ഇത് അടുത്ത 2 മാസത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്യും. പഠന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും സ്കൂൾ പ്രവേശനത്തിനുള്ള പ്രായപരിധിയും ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത 3ാം തലമുറ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ ധ്രുവാസ്ത്ര സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ പൂർണ്ണ സജ്ജമായതായി റിപ്പോർട്ടുകൾ. ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഈ മിസൈൽ ലഡാക്ക് പോലുള്ള ഉയർന്ന മലനിരകളിൽ യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുക്കളെ ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും ആക്രമിക്കാൻ ശേഷിയുള്ളതാണെന്നാണ്. മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനം സ്വയം കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ധ്രുവാസ്ത്ര. അതിനാൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിലെ പൈലറ്റിന് വേഗത്തിൽ പിന്മാറാൻ അവസരം ലഭിക്കും. ഇത് ഹെലികോപ്റ്ററുകൾ ശത്രുവിന്റെ ആക്രമണത്തിന് വിധേയമാകുന്ന സാഹചര്യം കുറയ്ക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാന കണക്കുകൾ ഉടൻ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് കത്തയച്ചു. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാന കണക്ക് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അടിയന്തരമായി പുറത്തുവിടണമെന്നാണ് ആവശ്യം. പോളിംഗ് ശതമാനവും പോസ്റ്റൽ വോട്ടിംഗ് നില സംബന്ധിച്ച കണക്കുകളിലും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്നും VD സതീശൻ കത്തിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 1 പവൻ സ്വർണത്തിന് 280 രൂപ കുറഞ്ഞ് 1,11,800 രൂപയും ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,975 രൂപയുമാണ്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,485 രൂപയും പവന് 91,880 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 255 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.